ഒരു ഒരു അനുഭവം ഒരു വൈദികൻ പങ്കുവെച്ചത് ഓർക്കുകയാണ്. വിദേശത്തുള്ളൊരു വൈദികൻ്റെ ഒരു ആത്മസാക്ഷ്യമാണ്. അതിങ്ങനെയാണ്. അച്ഛൻ ഒരിക്കൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, കപ്ലോനച്ഛനായിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ ഈ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവിടുത്തെ നേഴ്സ് പോലെയുള്ളൊരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഈ സിസ്റ്റർ ആദ്യമായിട്ടാണ് ഈ അച്ഛൻ കാണുന്നത്, വന്നിട്ട് പറഞ്ഞു, ഇന്ന വാർഡിൽ ഒരു അപ്പച്ചൻ വയ്യാതെ കിടക്കുന്നുണ്ട്, അച്ഛനൊന്ന് പെട്ടെന്ന് വന്ന് ആ അപ്പച്ചനൊന്ന് കുമ്പസാരിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അങ്ങനെ അച്ഛൻ്റെ മുറിയിൽ പോയിട്ട് ഉറാലയും എടുത്ത് ആ മുറിയിൽ ചെന്നു. അപ്പോൾ ഒരു അപ്പച്ചൻ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നു. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച കുമ്പസാരിച്ചാലോ? അപ്പോൾ ഈ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ വയോവൃദ്ധം പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കാൻ സൗകര്യമില്ല, ഞാൻ ഒരിക്കലും കുമ്പസാരിക്കില്ല, കാരണം ഞാൻ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല, എൻ്റെ പാപം ദൈവം പോലും ക്ഷമിക്കില്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, അങ്ങനെ പറയില്ല അപ്പച്ച, നമുക്ക് കുമ്പസാരിക്കാം. അപ്പോൾ ഈ അച്ഛനോട് പിന്നെയും ഇദ്ദേഹം കയർത്ത് പറഞ്ഞു, എന്നോട് പറയാനാണെങ്കിൽ ഈ റൂമിലേക്ക് അച്ഛൻ കയറേണ്ട ആവശ്യമില്ല, അച്ഛൻ ഇറങ്ങിപ്പോവാം. പ്രിയപ്പെട്ടവരെ, അച്ഛന് മനസ്സിലായി ഈ മനുഷ്യൻ കുമ്പസാരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ അച്ഛൻ കുറച്ച് നേരം അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പച്ചൻ ഇങ്ങനെ കുമ്പസാരിക്കുന്നത്? വല്ല അച്ഛന്മാരിൽ മുറിവേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ ഈ കുമ്പസാര കൂടുമായിട്ട്? പറഞ്ഞു, അതുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, എനിക്ക് അതുപോയിട്ട് ഒരു മുറിവുമില്ല, എന്നാൽ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ദൈവം പോലും ക്ഷമിക്കില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്താണ് തെറ്റ്, അതൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭയങ്കര മദ്യപാനിയായിരുന്നു, ഇപ്പം എനിക്ക് മദ്യം പോലും കഴിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ല, ഞാൻ ഭയങ്കര മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബജീവിതം തകർന്നുപോയി, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി, എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. അങ്ങനെ ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മദ്യപിച്ച് എൻ്റെ കുടുംബജീവിതമൊക്കെ തകർന്നപ്പോൾ ഞാൻ ഒത്തിരി മദ്യപിക്കുകയാണ്. അങ്ങനെ ഈ റെയിൽവേയിൽ എനിക്ക് ഈ ട്രാക്കുകൾ തിരിച്ചുവിടുന്ന ജോലിയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ റെയിൽവേ ബ്ലോക്ക് ചെയ്തിട്ട് ട്രാക്കുകൾ തിരിച്ചുവിടുന്ന സമയത്ത് ഞാൻ മദ്യപിച്ച് ട്രാക്ക് മാറി തെറ്റിവിട്ടു. അപ്പോൾ ഈ ട്രാക്കിലൂടെ പോയ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിനിടിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കാറിൻ്റെ ഉള്ളിലുള്ളത് പലതും കണ്ടു. ഒന്ന്, ആ കാറിൽ 2 പെൺകുട്ടികളിരുന്ന് ഇങ്ങനെ ആദ്യമായിട്ട് ട്രെയിൻ കാണുന്നത് പോലെ ആ കുട്ടികളിരുന്ന് ഇതാ ട്രെയിൻ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. ആ കാറിൻ്റെ അകത്ത് ഒരു അപ്പനും അമ്മയും വലിയ സന്തോഷത്തോടെ ഇരുന്നു. ഞാനിത് ശ്രദ്ധിക്കാൻ കാരണം എൻ്റെ ജീവിതം തകർന്നു പോയതാണ്, എനിക്കൊരു കുടുംബജീവിതവും ഇല്ല. അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, ഭാര്യയും ഭർത്താവും മക്കളും. ഞാനത് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ഈ ട്രാക്ക് മാറി ഈ ട്രെയിൻ വന്ന് ഇതിലിടിക്കുന്നു. അങ്ങനെ ആ കുടുംബം മരിക്കുന്നു. ഈ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുന്നു, ഞാൻ ജയിലിൽ കിടക്കുന്നു. അങ്ങനെ ഒത്തിരി ജീവിതത്തിൽ പിന്നെ എന്നെ ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എനിക്കിപ്പോഴും ആ അപ്പൻ്റെ അമ്മയുടെയും കൊച്ചുങ്ങളുടെയും മുഖം ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം ക്ഷമിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന പുരോഹിതൻ കരയാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീരൊഴുകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, കണ്ടോ, വൈദികനായ അങ്ങേക്ക് പോലും ഇത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം വന്നില്ലേ, അങ്ങനെയെങ്കിൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല. അപ്പോൾ ഈ പുരോഹിതൻ ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, ഞാൻ ബലിയർപ്പിക്കുന്നൊരു പുരോഹിതനാണ്, എൻ്റെ ദൈവം ഇന്നും ജീവനോടെ ഉണ്ടെന്നുള്ളൊരു സത്യത്തിന് എനിക്ക് ഇന്നൊരു പൂർണ്ണത കിട്ടി. സഹോദര, അന്ന് ആ വണ്ടി ഇടിച്ച് മരിച്ചത് എൻ്റെ അപ്പനമ്മയും എൻ്റെ ഏക 2 സഹോദരിമാരുമാണ്. ഞാൻ ഏക അനുജനായിരുന്നു ആ 2 സഹോദരിമാർക്ക്. ഞാൻ ആ ദിവസം അങ്ങേ വെറുത്തൊരു ദിവസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനെയും അനിയത്തിമാരെയും ഒറ്റ നിമിഷം കൊണ്ട് തുടച്ചു മാറ്റിയ അങ്ങയെ എന്നെങ്കിലും കാണണമെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് ധ്യാനങ്ങൾ കൂടി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. നഷ്ടം വന്നാലും എന്നെ നേടിയെടുക്കുന്നൊരു ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ഒരു പുരോഹിതനായി. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെങ്കിലും അങ്ങയെ കാണുമ്പോൾ എനിക്കൊന്ന് മാപ്പ് ചോദിക്കണം. എൻ്റെ അപ്പനമ്മ മരിച്ചതിൽ എനിക്ക് അങ്ങയോട് വിരോധം ഉണ്ടായിരുന്നു. എന്നാൽ ഈശോയുടെ സ്നേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ ഒരു വിരോധം നീ വെച്ചു പുലർത്തരുത്, അത് നിൻ്റെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ തടസ്സമാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദര, അങ്ങ് എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുക എൻ്റെ മനസ്സുകൊണ്ട്. പെട്ടെന്ന് ഈ അപ്പച്ചൻ പൊട്ടിക്കരയാണ്, ദൈവമേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ പുരോഹിതൻ പറയുക, എൻ്റെ മുന്നിൽ തന്നെയാണ് അങ്ങ് കുമ്പസാരിച്ചത്, എൻ്റെ മുന്നിൽ തന്നെയാണ് ദൈവം കൊണ്ടു നിർത്തിയത്. അങ്ങനെ പാപമോചനം കൊടുത്ത് അദ്ദേഹത്തെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണം. അദ്ദേഹത്തിൻ്റെ അധരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ മരണത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മരണത്തിന് ആ മനുഷ്യനെ ഒരുക്കാൻ ദൈവം കരുണ കാണിച്ചു. പിന്നീട് ഈ വൈദികൻ അവിടെ പോയിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്, ഈ സിസ്റ്റർ ആരാണ്, ഈ സിസ്റ്റർ കാരണമാണ് ഈ മനുഷ്യനെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ആ ഹോസ്പിറ്റലിലുള്ള മറ്റ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ള
ഈ വസ്ത്രത്തിൽ ചില ഭാഗങ്ങളിൽ വൈറ്റ് കളറുള്ള, വെയിൽ ഭാഗത്ത് വൈറ്റ് കളറുള്ള ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ടോ? അവർ പറഞ്ഞു ഇല്ല, ഇവിടെ എല്ലാം വൈറ്റ് ഡ്രസ്സുള്ള സിസ്റ്റേഴ്സാണ്, ബ്ലാക്ക് കളറുള്ള ആരുമില്ല. അങ്ങനെ ഈ അച്ഛൻ ഈ സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ ആ സിസ്റ്ററുടെ ബൈബിളിൽ ഒരു ചിത്രം കാണാണ്. അത് വേറെ ആരുടെയല്ല, വിശുദ്ധയായ ഫൗസ്റ്റീന പുണ്യവതിയുടെ ചിത്രമാണ്. ഈ അച്ഛൻ പറഞ്ഞു ഈ സിസ്റ്ററെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റർ പറയാണ്, ഈ നിൽക്കുന്ന സിസ്റ്റർ പറയാണ്, ഇത് വിശുദ്ധയായ ഫൗസ്റ്റീനയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനയെ ദൈവം പറഞ്ഞയച്ച ഒരു ദൈവാനുഭവം നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 232 ഖണ്ഡിക പറയുന്ന ഇങ്ങനെയാ: എൻ്റെ മകളെ, പുരോഹിതനോട് എല്ലാം തുറന്നു പറയുക. എന്നോട് നീ പറയുന്നത് പോലെ അവനോടെല്ലാം തുറന്നു പറയുക. നീ ഒന്നും ഭയപ്പെടേണ്ട. നിന്നെ സമാധാനത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വൈദികനെ എൻ്റെയും നിൻ്റെയും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ അവനോട് തുറന്നു പറയുക. നിന്റെ ആത്മാവിന് നിജസ്ഥിതിക്ക് ആവശ്യമായ കാര്യങ്ങൾ അവൻ നിന്നോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 232 ഖണ്ഡിക നമ്മൾ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പുരോഹിതനോട് ഏറ്റുപറയുക. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി സന്ദർഭങ്ങളിൽ പട്ടം കൊടുത്ത വൈദികൻ്റെ മുന്നിൽ മുട്ടുകുത്തി കുമ്പസാരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ വരെ കുമ്പസാരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇത് പാപം മോചിക്കുന്നത് പുരോഹിതനല്ല, ദൈവമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.